വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് അഗെയിൻ ഡിസ്കസ് ആക്കാൻ പോകുന്ന ഡിജിറ്റൽ റൈറ്റിനെ പറ്റി തന്നെയാണ്, കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടി. സോ ഇത് വേറെ എക്സാമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം ലാസ്റ്റ് നമ്മൾ ഡിജിറ്റൽ റൈറ്റ് ഒരു എക്സാമ്പിൾ ത്രൂ ഓൾസോ. ഓക്കെ, സോ ഇവിടെ നമ്മൾ അഗെയിൻ യൂസ് ചെയ്യാൻ പോകുന്നത് ബസർ ആയിരിക്കും. പീസോ ഇലക്ട്രിക് ബസറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇവിടെ പീസോ എന്ന് ടൈപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ബസറിനെ ടൈപ്പ് ചെയ്താലും ഒരു പീസോ ഇലക്ട്രിക് ബസർ നമുക്കിവിടെ കാണാൻ പറ്റും. ആൻഡ് യൂഷ്വലി LED കണക്ട് ചെയ്യുന്ന പോലെ LED റെസിസ്റ്റർ നമുക്കിവിടെ കണക്ട് ചെയ്യാം. LED ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് 12th പിന്നിലോട്ടാണ്, ആൻഡ് ബസർ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് 13th പിന്നിലോട്ടാണ്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളവിടെ ചെയ്യാൻ പോകുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ ബസറിനെ ഓൺ ആക്കുക, ബസറിനെ ഓഫ് ആക്കുക, LED ഓൺ ആക്കുക, LED ഓഫ് ആക്കുക. ബസർ 2 സെക്കൻഡ് ഓൺ ആക്കണം, അതിന് 2 സെക്കൻഡ് ഓഫ് ആയി കിടക്കണം. LED 1 സെക്കൻഡ് ഓൺ ആയി കിടക്കണം, 1 സെക്കൻഡ് ഓഫ് ആയി കിടക്കണം. അപ്പോൾ ഏതൊരു നമ്മളൊരു കോമ്പണൻസ് എടുത്താലും അതിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, പ്രോഗ്രാം എഴുതുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സെറ്റപ്പ് എഴുതുക. സെറ്റപ്പിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പിന്ന് ഡിഫൈൻ ചെയ്യുക. നമ്മൾ ഏത് പിന്നിലോട്ടാണ് കൊടുത്തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു അർഡിനോയ്ക്ക് അറിയത്തില്ല ഏത് പിന്നിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അർഡിനോയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഏത് പിന്നിലോട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ആ പിന്നും കൂടെ നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഡാറ്റ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയാണോ അത് ഔട്ട്പുട്ടായിട്ട് എടുക്കുകയാണോ. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ സെൻസറോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മളൊരു ഡാറ്റ കൊടുക്കുകയാണ് അങ്ങോട്ട്, അല്ലേ. നമ്മളൊരു ഡിജിറ്റൽ റൈറ്റ് ചെയ്ത് ഒരു ഡാറ്റ നമ്മൾ കോമ്പണന്റിലോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതെന്തോ മോഡാ, ഔട്ട്പുട്ട് മോഡാ, ഇൻപുട്ടായിട്ടൊന്നും നമ്മൾ കൊടുക്കുകയല്ല. എക്സാമ്പിൾ സെൻസറൊക്കെ എന്ന് പറയുമ്പോൾ ഇൻപുട്ടായിട്ട് എടുക്കുകയാണ്. അതുപോലെ ഇൻപുട്ട് വാല്യൂസ് ഒന്നും ഇപ്പോൾ അർഡിനോട്ട് കയറുന്നില്ല. അർഡിനോ വഴി ഔട്ട്പുട്ടായിട്ടാണ് ഈ ഒരു കോമ്പണന്റിലോട്ട് നമുക്ക് ഡാറ്റാസ് അല്ലെങ്കിൽ ഒരു വാല്യൂ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പിന്ന് 13 മോഡ് എന്താണ് ഔട്ട്പുട്ട്. അപ്പോൾ പിൻ മോഡ്, പിൻ നമ്പർ മോഡ്. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പിൻ മോഡ് എന്ന് പറയുമ്പോൾ പിൻ നമ്പർ മോഡ്. അപ്പോൾ 13 ഔട്ട്പുട്ട്. ആൻഡ് 12th ഓൾസോ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന LED അതും ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. ആൻഡ് എഗെയിൻ ഇനി ഞാൻ പറഞ്ഞു, ഈ ഒരു പർട്ടിക്കുലർ സംഭവം നമ്മൾ ഡിജിറ്റൽ പിന്നിലോട്ട് നമ്മൾ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എപ്പോഴും ഡിജിറ്റൽ വാല്യൂസ് നമുക്ക് കിട്ടുന്നത് ഇവിടെ. അതായത് ഒരു LED ബസർ ഓൺ ആക്കാൻ വേണ്ടി വോൾട്ടേജിൻ്റെ ആവശ്യമുള്ളൂ. അതായത് ഞാൻ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ആ ഇലക്ട്രോണിക് കോമ്പണന്റ് ഓൺ ആവും, ഓഫ് ആക്കുമ്പോൾ കോമ്പണന്റ് ഓഫ് ആവും. അതായത് ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഓൺ ആവും, ലോ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഓഫ് ആവും. നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റും ഫാനും ഒക്കെ ഓണും ഓഫ് ആക്കുന്ന പോലെ നമ്മളിവിടെ ഈ ഒരു പർട്ടിക്കുലർ കമ്പോണന്റും ഓണും ഓഫ് ആക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഇതിൽ നിന്നും പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയുന്നത്, കണ്ടിന്യൂസ് ഒരു വാല്യൂസ് ഒന്നും നമുക്ക് ഡിറൈവ് ചെയ്യാനോ അല്ലെങ്കിൽ റീഡ് ചെയ്യാനോ ഒന്നും നമുക്കില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് വോൾട്ടേജ് കൊടുക്കുക, ഔട്ട്പുട്ട് എടുക്കുക, ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിജിറ്റൽ റൈറ്റ് യൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ റൈറ്റിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പറഞ്ഞാൽ ആദ്യം പിൻ നമ്പറും ആൻഡ് ഏത് വാല്യൂ നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ ഹൈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഹൈ വോൾട്ടേജ്, അതായത് 5 വോൾട്ട്. ഞാൻ ലാസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ ഗ്രാഫ് കാണിച്ചായിരുന്നു. 5 വോൾട്ട് എന്ന് പറഞ്ഞ വോൾട്ടേജ് ആണ് അർഡിനെ കൂടെ എപ്പോഴും കടന്നു പോകുന്നത്. അപ്പോൾ ഹൈ എന്ന് പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് ഇതിലേക്കൂടെ കയറി ഇറങ്ങും. ഏത് പിന്നിൽ കൂടെ, 12. അപ്പോൾ ഇവിടെ 12 കൊടുക്കാൻ കാരണം വെച്ചാൽ നമ്മളിവിടെ ഏത് പിന്നാണോ കൊടുക്കുന്നത് ആ പിൻ മാത്രമേ ഹൈ ആവത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ഒരു നമ്മുടെ പർട്ടിക്കുലർ പിന്നിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യത്തില്ല, നമുക്ക് വോൾട്ടേജ് നമുക്ക് കിട്ടത്തില്ല. ഇതെല്ലാം ഓഫ് സ്റ്റേറ്റിലായിരിക്കും. ഞാൻ 12 ഹൈ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴേ ഇത് ഓൺ സ്റ്റേറ്റിലോട്ട് മാറത്തുള്ളൂ. ഓക്കെ, ഇനി 1000 മില്ലി സെക്കൻഡ്, അതായത് 1 സെക്കൻഡ്. അപ്പോൾ ഈ ഒരു കേസ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ LED നമ്മൾ 12th പിന്നെ കൊടുത്തിരിക്കുന്നത് LED 1 സെക്കൻഡ് ഓൺ ആവും, 1 സെക്കൻഡ് ഓഫ് ആവും. അപ്പോൾ കാരണം ഹൈ ആക്കിയിട്ട് ലോ ആക്കണം. അപ്പോൾ ജസ്റ്റ് ഡിലേ കൊടുത്തില്ലെങ്കിൽ സംഭവിക്കുന്ന പറഞ്ഞാൽ നമുക്ക് ആ ട്രാൻസിഷൻ കാണാൻ പറ്റത്തില്ല. നമ്മൾ 1 സെക്കൻഡ് ഡിലേ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ വാല്യൂ ലോ ആക്കി കൊടുക്കും, അതായത് ലോ വോൾട്ടേജ് കൊടുക്കും. 1 സെക്കൻഡ് ആ വോൾട്ടേജ് നമ്മളവിടെ തടച്ചു വയ്ക്കും. ഏത് വോൾട്ടേജ്, ലോ വോൾട്ടേജ്, അതായത് 1 സെക്കൻഡ് അത് ഓഫ് ആയി കിടക്കും. സെയിം സ്റ്റെപ്പ് തന്നെയായിരിക്കും നമ്മൾ ബസറിൽ യൂസ് ചെയ്യുന്നത്. കാരണം ബസറിന് ഒരു വോൾട്ടേജ് കിട്ടി അത് ഓൺ ആവും, ഇല്ലെങ്കിൽ അത് ഓഫ് ആവും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിജിറ്റൽ റൈറ്റ് യൂസ് ചെയ്തിട്ട് 13 ഹൈ എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ ബസർ ഓൺ ആവും. എത്ര നേരത്തേക്ക്, 2000 മില്ലി സെക്കൻഡ് അഥവാ 2 സെക്കൻഡത്തേക്ക് ബസർ ഓൺ ആവും, ഓഫ് ആവും. 13 ലോ എന്ന് പറയുമ്പോൾ 13ാമത്തെ പിന്നിൽ നിന്ന് വോൾട്ടേജ് ലോ ആവും, 2 സെക്കൻഡ് ഓഫ് ആയി കിടക്കും. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഓർഡർ ഇപ്പം എന്ന് പറഞ്ഞാൽ LED ആദ്യം ഓൺ ആവും, പിന്നെ ബസർ ഓൺ ആവും. ഓക്കെ, അവിടെ നിങ്ങൾ ടൈം ശ്രദ്ധിച്ചാൽ മതി. 1 സെക്കൻഡ് ഓഫ്, LED 8, 9, 2 സെക്കൻഡ്, 2 സെക്കൻഡ്, 10, 11, 2 സെക്കൻഡ്, 12, 13, 1 സെക്കൻഡ്, അങ്ങനെ ആയിക്കൊണ്ടിരിക്കും.
ആൻഡ് ഇതിൻ്റെ ഓർഡർ മാറ്റുവാണെങ്കിൽ ടാസ്ക് മൊത്തത്തിൽ മാറും. ആദ്യം ബസർ ഓൺ ആവും, പിന്നെ ബസർ ഓഫ് ആവും, LED ഓൺ ആവും, LED ഓഫ് ആവും. സോ ഇതിൽ രണ്ട് കൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ എക്സാമ്പിൾ ചെയ്തത്. ഒന്ന് നമ്മുടെ ഡിഫിനിഷൻ, അതായത് പിന്നും കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യണം. ഡിജിറ്റൽ റൈറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യണം, അതായത് ഏത് പിന്നിലാണ് നമ്മൾ വോൾട്ടേജ് ഹൈ ആക്കുന്നത്, ഏത് പിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് മോഡിൽ കൊടുക്കുന്നത്. ആൻഡ് ഓൾസോ അറേഞ്ച്മെന്റ് ഓഫ് കോഡ്, അതായത് കോഡിന്റെ അറേഞ്ച്മെന്റ്. ഇപ്പൊ ഞാൻ ആദ്യം എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും അത് എക്സിക്യൂട്ട് ആവുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഇത് കണ്ടിന്യൂസ് ലൂപ്പാണ്. അപ്പോൾ ഞാനൊരു ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ ലൈൻ ഓഫ് കോഡ് എന്താണോ അതായിരിക്കും അവർ എക്സിക്യൂട്ട് ആവുന്നത്, എന്നിട്ട് അടുത്ത് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. സോ പ്രോഗ്രാം ഒരു ലീനിയർ വേയിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അത് എപ്പോഴും ഓർമ്മ വയ്ക്കുക. ഇല്ലെങ്കിൽ ഓർഡർ മാറിപ്പോയാൽ നമ്മുടെ ടാസ്ക് മൊത്തത്തിൽ നമുക്ക് എന്താ ഒരു അറേഞ്ച്മെന്റ് മാറിപ്പോവും, ടാസ്കിന്റെ എക്സിക്യൂഷനും രീതികളും മാറിപ്പോവും. സോ ഇതായിരുന്നു നമ്മുടെ സിമ്പിൾ എക്സാമ്പിൾ. ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത്. ആൻഡ് നിങ്ങൾക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ ഇത് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ LED, മൾട്ടിപ്പിൾ ബസർ ഇവിടെ കണക്ട് ചെയ്തിട്ട് സെയിം ലൈൻ ഓഫ് കോഡ് ആയിരിക്കും, വ്യത്യാസമൊന്നും വരുത്തില്ല. നേരെ എഴുതി ഇത് ലൈൻ ബൈ ലൈൻ അങ്ങ് എഴുതി പോയാൽ നിങ്ങൾക്ക് ഓരോ LED വേണമെങ്കിൽ ആൾട്ടർനേറ്റ് ആയിട്ട് ഓരോ LED, ഓരോ ബസർ നമുക്ക് ഓൺ ഓഫ് അങ്ങനെയൊക്കെ നമുക്കിതിൽ ഓരോ വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ചെയ്ത് നോക്കുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് വരലുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. താങ്ക് യു.